ശബരിമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി മഴ തുടരുകയാണ്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞെങ്കിലും കാനനപാത അടയ്ക്കുകയും നദികളിലും കുളിക്കടവുകളിലും ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ അവധി ദിനമായിട്ടും ഇന്നലെ സന്നിധാനത്തെത്തിയ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, മുൻപുള്ള ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ഭക്തജനത്തിരക്കായിരുന്നു സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്നലെ ആളുകൾ കുറഞ്ഞു എന്ന് പറയുന്നു. അത് മഴ കാരണമാണോ? ഏതു രീതിയിലാണ്? ഇന്നും അവിടെ മഴയുണ്ടോ? രാവിലത്തെ തിരക്കൊക്കെ ഏത് രീതിയിലാണ്? ഇന്നലെ രാവിലെ മുതൽ പെയ്ത മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന അത്രത്തോളം മഴ ഇന്നില്ല എന്ന് തന്നെ പറയണം. പക്ഷേ ചാറ്റൽ മഴ ഇപ്പോഴും തുടരുന്നു. പമ്പയിലും വൃഷ്ടി പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മല കയറി വന്ന അയ്യപ്പന്മാർ നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം ഇന്നലെ രാത്രി ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മല കയറുന്നതിൽ ഇന്നലെ രാത്രി ഉൾപ്പെടെ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് സന്നിധാനത്ത് ഇന്നലെ രാത്രി മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മാത്രമാണ് ആളുകളെ കയറ്റിവിട്ടത്. അതോടൊപ്പം തന്നെ ഈ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള യാത്ര അതും ചെറിയ രീതിയിൽ, അതായത് KSRTC സർവീസുകൾ ഉൾപ്പെടെ എണ്ണ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സർവീസുകളൊന്നും തന്നെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് വീണ്ടും വാഹനങ്ങൾ കടത്തിവിട്ടത്. ഇപ്പോഴെന്തായാലും സന്നിധാനത്ത് തിരക്ക് കാണുന്നുണ്ട്. സാധാരണ പതിവിൽ അല്ലെങ്കിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരുപക്ഷെ വലിയ തിരക്കല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇതൊരു തിരക്കായി തന്നെ വേണം കാണാൻ. പിന്നെ ഇന്നലെ വലിയ രീതിയിൽ, അതായത് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുകയും വൈകിട്ട് ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് വലിയ രീതിയിൽ മഴ പമ്പയിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തും പെയ്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് മല കയറുന്നതിൽ ചില നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ കൂട്ടത്തോടെ ആളുകൾ കയറുന്നൊരു രീതി ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ മഴ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒരു എണ്ണത്തിൽ കുറവുണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവധി ദിവസമായിരുന്നു. സാധാരണഗതിയിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവധി ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാവാറുണ്ട്. ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ 80,000-വും 85,000-നും മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ 62,159 പേർ മാത്രമാണ് ഇന്നലെ രാത്രി വരെ, അതായത് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് വരെയുള്ള സമയത്ത് 62,159 പേർ മാത്രമാണ് ദർശനം നടത്തിയത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പമ്പയിൽ നിന്നും ഭക്തർ അല്ലെങ്കിൽ അയ്യപ്പന്മാർ നിലയ്ക്കാതെ ഈ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫ്ലൈ ഓവർ, സന്നിധാനത്തിന് പുറകിലെ ഫ്ലൈ ഓവറിൽ 3 നിരകളിലും വലിയ നീണ്ട ക്യൂ കാണാം. അതോടൊപ്പം തന്നെ വലിയ നടപ്പന്തലിലും വലിയ ക്യൂ ഉണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന്, ഈ കാനനപാത ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം കാനനപാതയിൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ മണ്ണിടിയാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ എരുമേലി മുതൽ പമ്പ വരെയുള്ള കാനനപാത, അതായത് കരിമല എന്ന് പറയുന്ന കാനനപാത 2 ദിവസത്തേക്ക് പൂർണ്ണമായും അടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ പത്തനംതിട്ട ജില്ലാ കളക്ടർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എരുമേലിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മറ്റൊരു കാനനപാത അതും അടയ്ക്കാനുള്ള തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം വഴി ചില വഴികളുണ്ട്. അതോടൊപ്പം തന്നെ പുല്ലുമേട് കാനനപാത, അതെല്ലാം ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ, അതായത് ഈ മഴ അവസാനിക്കുന്നത് വരെ താൽക്കാലികമായി അതുവഴിയുള്ള ആളുകളെ കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിലും അനുബന്ധ നദികളിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഈ കുളിക്കടവുകൾ, ഈ പമ്പയോടൊപ്പം തന്നെ അനുബന്ധ കുളിക്കടവുകളുണ്ട്. അയ്യപ്പന്മാർ ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് വരുമ്പോഴും അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴും ഒക്കെ ഈ കുളിക്കടവുകളിലാണ് കുളിക്കാറ്. അത്തരം കുളിക്കടവുകളിൽ ഇറങ്ങുന്നതിനും കൃത്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല മേഖലകളിലും നേരത്തെ ഈ അയ്യപ്പന്മാരൊക്കെ കുളിച്ചിരുന്ന സ്ഥലത്തൊക്കെ നിയന്ത്രണവും അവിടെ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശവുമുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ പമ്പയിൽ വലിയ രീതിയിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ജില്ലാ കളക്ടർ തന്നെ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഈ പമ്പയിൽ
കൃത്യമായി ആളുകളെ അല്ലെങ്കിൽ അവിടെ പുഴയിലേക്ക് ഇറങ്ങുന്നത് കൃത്യമായി നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നൊരു പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ, സാധാരണഗതിയിൽ 70,000 ഓൺലൈൻ ബുക്കിങ്ങും ഒപ്പം തന്നെ 10,000 ഈ സ്പോട്ട് ബുക്കിംഗും ഉൾപ്പെടെ 80,000-ഓളം ആളുകളെയാണ് പ്രതീക്ഷിക്കാറ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 85,000-ന് മുകളിലൊക്കെ ആളുകൾ എത്തിയിരുന്നു. സമാനമായൊരു തിരക്ക് ഒരുപക്ഷെ ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ശനി ഞായർ അവധി ദിവസങ്ങൾ കണക്കിലെടുത്ത് ആളുകൾ പുറപ്പെടുകയും അതിനുശേഷം ഇന്നും നാളെയുമായി സന്നിധാനത്ത് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതലുള്ള തിരക്ക് വൈകിട്ട് വരെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ മഴ, അതായത് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ മഴ പെയ്തിരുന്നു. ആ ഒരു മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇടവിട്ടുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് തന്നെയാണ് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ എണ്ണത്തിൽ, ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ, ഭക്തരുടെ എണ്ണത്തിലും കാര്യമായ വർധനവ്, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കാര്യമായ വർധനവ് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ശരി, സരീഷ് പി കെ ആണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.